നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസറാണോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സ്മാർട്ട് ഫോൺ നമ്മുടെ നിത്യജീവിതത്തെ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറിയിരിക്കുന്നു. സ്മാർട്ട് ഫോൺ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ ചിലപ്പോഴെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പൊതുവായി ചില കുഴപ്പങ്ങളുടെ പരിഹാരം ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു. പലർക്കും ഇത് അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവരായി കുറച്ചെങ്കിലും ആളുകൾ കാണും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായും കാണാൻ ശ്രമിക്കുക. പലപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ഫോണിൽ നമ്മൾ അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ആകുന്ന ആപ്ലിക്കേഷൻസ്. അവ എങ്ങനെ തിരിച്ചറിയാം, അവ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ബാറ്ററി യൂസേജ് ആണ്. അപ്പോൾ അത് സെറ്റിങ്സിൽ ബാറ്ററി എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ പവർ കൺസ്യൂമർ റാങ്കിങ് എടുക്കുമ്പോൾ ഓരോ ആപ്പുകളും യൂസ് ചെയ്യുന്ന പവർ ലെവൽ കാണാൻ പറ്റും പെർസെൻറ്റേജിൽ. ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്പ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും. നമുക്ക് അങ്ങനെയും അറിയാൻ പറ്റും. പവർ കൺസ്യൂം ലെവൽ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കി നമുക്ക് റണ്ണിങ് സർവീസസിനെ കണ്ടുപിടിക്കണം. അതിന് സെറ്റിങ്സിൽ, മോർ സെറ്റിങ്സിൽ, എബൌട്ട് ഫോണിൽ, കേണൽ വേർഷനിൽ ഒരു 7-8 തവണ ടാപ്പ് ചെയ്യുമ്പോഴേക്കും അത് ഡെവലപ്പർ മോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഡെവലപ്പർ മോഡിൽ വെച്ചിട്ട് നമുക്ക് റണ്ണിങ് ആക്ടിവിറ്റീസ്, ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കാം. അതിന് മോർ സെറ്റിങ്സിൽ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റണ്ണിങ് സർവീസസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ നമ്മുടെ ഫോണിൽ റൺ ചെയ്യുന്ന പ്രോസസ്സിനെ കണ്ടുപിടിക്കാനും അത് യൂസ് ചെയ്യുന്ന ഡാറ്റ മോണിറ്റർ ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് വേണ്ടാത്തൊരു പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നതോടെ ആ ഡാറ്റ നമുക്ക് റിലീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാം, ഏതൊക്കെ ആപ്പുകളാണ് വർക്ക് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ, വേണ്ടാന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും നമ്മൾ അറിയാതെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് എങ്ങനെ ഈ ഇൻസ്റ്റാളേഷനെ ബ്ലോക്ക് ചെയ്യാം എന്നാണ്. സെറ്റിങ്സ് എടുക്കുക, അതിൽ മോർ സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻസ് എടുക്കുക. അതിൽ ഇൻസ്റ്റാൾഡ് എന്ന ഓപ്ഷനിലൂടെ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്പുകളെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ ആപ്സാണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്, അതിന് എത്ര ഡാറ്റ സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സിലൂടെ ഏതൊക്കെ ആപ്പിന് നമുക്ക് പെർമിഷൻ കൊടുക്കാം സിസ്റ്റം സെറ്റിങ്സ് മോഡിഫൈ ചെയ്യാൻ. ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ അതിന് സിസ്റ്റം സെറ്റിങ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് അത് അലോ ചെയ്ത് കൊടുത്താൽ ആ ആപ്പിന് നമ്മുടെ ഫോണിൽ ആപ്സിനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം. അത് എപ്പോഴും ഡിസലോ ചെയ്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലേ സ്റ്റോർ വഴിയുള്ള ഓട്ടോമാറ്റിക് ഇൻസ്റ്റാളേഷൻ, അപ്ഡേഷൻ എന്നിവയെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. പ്ലേ സ്റ്റോർ എടുക്കുക, അതിൽ സെറ്റിങ്സിൽ കുറച്ച് ചേഞ്ചസ് ചെയ്യാം. സെറ്റിങ്സ് എടുക്കുക, അതിൽ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസിൽ ആസ്ക് മീ എവറി ടൈം എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ ഓട്ടോ അപ്ഡേറ്റ് ചെയ്യാനോ പാടില്ല. അതാണ് നമ്മളിവിടെ ഡിസലോ ചെയ്ത് കൊടുക്കുന്നത്. ചിലപ്പോഴെങ്കിലും സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാത്തത് മൂലം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടാകും. അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത്. ക്രോമിലെ സെർച്ച് ഹിസ്റ്ററി എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം. ക്രോം എടുക്കുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഹിസ്റ്ററി എടുക്കുക. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റു മാർക്ക് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. അതല്ലാണ്ട് ക്ലിയർ ബ്രൗസിങ് ഡാറ്റ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൈ ആക്ടിവിറ്റി എടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി സേവ് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് ഡിസലോ ചെയ്ത് കൊടുക്കാം. അത് പോസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓട്ടോ ഡിലീറ്റ് ഓൺ ചെയ്യാവുന്നത്. അത് 3 മന്തുള്ളാകുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കൺഫേം ചെയ്ത് കൊടുത്താൽ 3 മന്ത് ഡാറ്റ ഉള്ളത് ഡിലീറ്റ് ആയി പോവും.
അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ ഹിസ്റ്ററി നമുക്കും ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്യുന്നത് അതും ഡിസലോ ചെയ്ത് പോസ് ചെയ്ത് കൊടുക്കുക. ഓട്ടോ ഡിലീറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. 3 month ഡ്യൂറേഷൻ കൊടുത്ത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തിട്ട് സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഇതുപോലെ തന്നെ സേവ് ചെയ്യുന്നത് ഡിസലോ ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് ഹിസ്റ്ററി എടുക്കുക, അതും ഡിസേബിൾ ചെയ്യുക, പോസ് ചെയ്യുക. ദെൻ ഓട്ടോ ഡിലീറ്റ് ഓൺ ചെയ്യുക. അത് 3 month ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നത് അത് കൺഫേം ചെയ്ത് കൊടുക്കുക. ഹിസ്റ്ററീസ് ഒന്നും സേവ് ആവില്ല നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ. എന്നിട്ട് നമുക്ക് വീണ്ടും ഹിസ്റ്ററി എടുത്തിട്ട് ക്ലിയർ ബ്രൗസിങ് ഡാറ്റ എടുത്തിട്ട് ഡാറ്റ ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കുക്കീസ്, ക്യാഷേഴ്സ്, ഇമേജസ് എല്ലാം ക്ലിയർ ആയി പോവും. നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഏരിയയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഹിസ്റ്ററി ക്ലിയർ ചെയ്യേണ്ടതാണ്. കോൺഫിഡൻഷ്യലായ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും ഒരു ആവശ്യകത തന്നെയാണ്. അതിനുള്ള വഴികൾ നോക്കാം. പ്രൈവസിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രീൻ ലോക്ക് എനേബിൾ ചെയ്യുക എന്നത് തന്നെയാണ്. അഡീഷണലായി എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനായി സെറ്റിങ്സ് എടുക്കുക. അതിൽ ഫിംഗർ പ്രിന്റ്, ഫേസ് ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ഫസ്റ്റ് സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. 4 digit പാസ്വേഡ് ഏതെങ്കിലും ഒരു 4 digit കൊടുക്കുക. നമുക്ക് അറിയാവുന്നതും എന്നാൽ മറ്റുള്ളവർക്ക് ഗസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതും കൊടുക്കുക. ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് സ്ക്രീൻ ലോക്ക് പാസ്വേഡ് കൊടുക്കുക, കുറച്ച് മുമ്പേ കൊടുത്തത്. പിന്നെ 2 ഫിംഗർ പ്രിൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ 2ഉം കൊടുക്കുക, കാരണം ഈസിലി നമുക്ക് ആക്സസിബിൾ ആയിരിക്കും നമ്മുടെ ഫോണ്. പിന്നെ ഇതൊക്കെ ഒരു പ്രൈവസിയുടെ ഇനീഷ്യൽ സ്റ്റെപ്പാണ്, ഫിംഗർ പ്രിൻറ്റ്, സ്ക്രീൻ ലോക്ക് എന്നിവ. അത് തീർച്ചയായും നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഫോൺ ഒരു പക്ഷെ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ പ്രൈവസി എൻക്രിപ്ഷൻ കൊടുക്കാനാണ്. സ്ക്രീൻ ലോക്ക് കുറച്ച് മുമ്പേ കൊടുത്ത ആ പാസ്വേഡ് കൊടുക്കുക. നമുക്ക് വേണേൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു ആപ്പിന് കൊടുക്കാവുന്നതാണ്. ചില ഫോണുകളിൽ മുഴുവനായിട്ട് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് വിവോ V7 ആണ്. ഇതിലിങ്ങനെ ആപ്ലിക്കേഷന് സെപ്പറേറ്റ് എൻക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ആപ്പ് എടുത്ത് നോക്കാം എന്താണ് വ്യത്യാസം. കുറച്ച് മുമ്പ് ഞാൻ ക്രോം എടുത്തപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് പാസ്വേഡ് ചോദിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നിട്ട് പാസ്വേഡ് ചോദിക്കും. നമ്മൾ പലപ്പോഴും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന്റെ സഹായത്തോടെയാണ് ഡാറ്റ ഹൈഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. എന്നാൽ അതിന്റെ സേഫ്റ്റിയെ പറ്റി നമ്മൾ ബോധവാന്മാരാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനേക്കാളും എന്തുകൊണ്ടും സുരക്ഷിതം ഫോൺ സ്റ്റോറേജ് ആണ്. അതിനുള്ള ഒരു വഴി നോക്കാം. ഫയൽ മാനേജർ എടുക്കുക. അതിൽ ലോക്കൽ ഫയൽസിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഈ മാറ്റി വെക്കേണ്ട ഡാറ്റ വെക്കാനുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഫോൾഡറിലോട്ട് നമുക്ക് മാറ്റേണ്ട ഫയൽ അല്ലെങ്കിൽ ഡാറ്റ ഏതാണോ അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫോൾഡറിലോട്ട് കോപ്പി ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ ഇത് കോപ്പി ചെയ്ത് ആ ഫോൾഡറിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കംപ്രസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതുണ്ട് ആഡ് ആർക്കീവ് പാസ്വേഡ്. അവിടെ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റാത്തൊരു പാസ്വേഡ് ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുക. അപ്പോൾ ഒരു സിപ്പ് ഫോൾഡറായിട്ട് അതിൽ കംപ്രസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒറിജിനൽ ഫോൾഡർ ഡിലീറ്റ് ചെയ്ത് കളയുക. മോർ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് അത് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ഈ സിപ്പ് ഫയൽ ഇനി എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത സമയത്ത് ഒരു പാസ്വേഡ് കൊടുത്തിരുന്നല്ലോ, ആ പാസ്വേഡ് യൂസ് ചെയ്ത് മാത്രമേ ഇത് അൺസിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡീകംപ്രസ് ചെയ്ത് ആ സമയത്ത് നമുക്കത് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നിങ്ങൾ സൂക്ഷിച്ചിരുന്ന ഡാറ്റ കാണാൻ പറ്റും. പ്രൈവസി സേഫ്റ്റിക്കായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആപ്ലിക്കേഷൻസിൻ്റെ പെർമിഷൻസ്. പലപ്പോഴും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് അലോ ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. എന്നാൽ അവയെ എങ്ങനെ ഇനി പരിശോധിക്കാമെന്ന് നോക്കാം. സെറ്റിങ്സ് എടുക്കുക. അതിൽ മോർ സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻസ് എടുക്കുക. അതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എടുക്കുക. എന്നിട്ട് എയർടെൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ പെർമിഷൻസ് ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് വേണ്ട പെർമിഷൻസ് മാത്രം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക, അല്ലാത്തതിനെ ഡിസലോ ചെയ്യുക. നമ്മുടെ ഫോൺ സർവീസ് ചെയ്യാൻ ഒരു കടയിൽ കൊടുക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് നോക്കാം. സെറ്റിങ്സ് എടുക്കുക. അതിൽ മോർ സെറ്റിങ്സിൽ
ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് നമുക്ക് ഡാറ്റ ഫസ്റ്റ് ബാക്കപ്പ് എടുത്ത് വെക്കുക. എന്നിട്ട് ഇറേസ് ഓൾ ഡാറ്റ എന്നുള്ള ഓപ്ഷനിൽ ഫോണിലെ ഫുൾ ഡാറ്റ ഇറേസ് ചെയ്ത് കളയുക. എന്നിട്ടേ ഒരു കടയിൽ കൊടുക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ നമുക്ക് ബാക്കപ്പ് ആൻഡ് റീസെറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇതിനായി നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഫൈൻഡ് മൈ ഡിവൈസ് എന്നൊരു ഗൂഗിൾ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുക. ഇതിൽ നമുക്ക് ജിമെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗസ്റ്റ് ആയിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നത്. സൈൻ ഇൻ ചെയ്യാൻ മീൻസ് നമുക്കിവിടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ മോഷ്ടിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ സ്ക്രീൻ പൊട്ടിപ്പോയി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോ നമുക്ക് ഡാറ്റ ഇറേസ് ചെയ്യണം, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുമ്പോൾ ഡിവൈസ് കണ്ടുപിടിക്കണം എന്നീ സാഹചര്യങ്ങൾ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പം നമ്മൾ സൗണ്ട് പ്ലേ ചെയ്യിക്കാനും സ്ക്രീൻ ലോക്ക് ആഡ് ചെയ്യാനും അങ്ങനെ കുറച്ച് ഫെസിലിറ്റിയും കൂടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് എൻ്റെ ഈ ഡിവൈസ് ഏത് ടവർ ലൊക്കേഷന് കീഴെയാണെന്ന് കറക്റ്റായിട്ടത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം വീട്ടിൽ എവിടെയെങ്കിലും ഫോൺ മറന്നു വെച്ചാൽ സൗണ്ട് പ്ലേ ചെയ്ത് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിവൈസ് സെക്യൂർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ലോക്ക് സ്ക്രീൻ ആഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡിവൈസിൽ നിന്ന് ഡാറ്റ ഇറേസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കയ്യിലെല്ലാം എന്നുണ്ടെങ്കിൽ ഡാറ്റ ഇറേസ് ചെയ്യാൻ ഇത് സഹായിക്കും. നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻസ് എങ്ങനെ ശരിയായി അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നറിയാമോ? ഇല്ലെങ്കിൽ വാ നോക്കാം. ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോഴൊരു ഇൻഡു മാർക്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ. പക്ഷേ ഇതിനേക്കാളും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് വേറെയാണ്. അതിനായി സെറ്റിങ്സ് എടുക്കുക. അതിൽ മോർ സെറ്റിങ്സ് എടുക്കുക. മോർ സെറ്റിങ്സ് എടുത്തിട്ട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾഡ്, ഇതിൽ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഏത് ആപ്ലിക്കേഷനോ അതെടുക്കുക. അതിൽ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ കൊടുക്കുക. അതിനുശേഷം അൺഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ കൊടുക്കാം. ഇതുവഴി ആ ആപ്ലിക്കേഷനായി അലോക്കേറ്റ് ചെയ്ത സ്പേസ് കൂടെ ഫ്രീ അപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ശരിക്കും അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കുക്കീസ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണ് ഈ കുക്കീസ് എന്നറിയാമോ? നമ്മളൊരു വെബ് ബ്രൗസർ അല്ലെങ്കിൽ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൽ സ്റ്റോർ ആവുന്ന ഒരു സ്മോൾ പീസ് ഓഫ് ടെക്സ്റ്റ് ഫയലിനെയാണ് നമ്മൾ ഈ കുക്കീസ് എന്ന് പറയുന്നത്. എന്നാൽ ചിലപ്പോൾ ഇവ അപകടകാരികളായി മാറിയേക്കാം. ഇവയെ എങ്ങനെ തടയാം എന്നാണ്. കുക്കീസ് ഡിസലോ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ബ്രൗസർ എടുക്കുക. എൻ്റെ ഇതിൽ ക്രോമാണ്. ക്രോം ഓപ്പൺ ചെയ്യുക. 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. സെറ്റിങ്സ് എടുക്കുക. അതിൽ താഴെ സൈസ് സെറ്റിങ്സ് എടുക്കുക. അതിൽ കുക്കീസ് ഫസ്റ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുക. ബ്ലോക്ക് ഓൾ കുക്കീസ്. ശേഷം ലൊക്കേഷൻ ഡിസലോ ചെയ്യുക. ക്യാമറ ഡിസലോ ചെയ്യുക. മൈക്രോഫോൺ ഡിസലോ ചെയ്യുക. കഴിവതും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇതുപോലുള്ള സെറ്റിങ്സ് ഡിസലോ ചെയ്ത് വെക്കുക. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിസലോ ചെയ്ത് വെക്കുക. ഇതൊക്കെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായും വേണ്ട കാര്യങ്ങളാണ്. കാരണം ഡാറ്റ ലോസ് ഇതുവഴിയും സംഭവിക്കാം. പലരും ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളാണിവ. സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമാറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻസ് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് us.